നിരവധി കർഷക കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കവതക്കാട് മേഖലയിലാണ് കാട്ടാന നാശം വിതച്ചിരിക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന കാട്ടാന ശല്യം ഈ കുടുംബങ്ങളെ വലയ്ക്കുകയാണ്. കൂട്ടമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുമുണ്ട്. ഏലവും റബ്ബറും തെങ്ങും കമുങ്ങുമെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു. നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയാണ്. ഇവിടെ ഞങ്ങൾ ഈ മാങ്കുളം പഞ്ചായത്തിലെ 2ാം വാർഡാണ് ഞങ്ങൾ. അപ്പോൾ ഈ കവതക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3-4 വർഷമായിട്ട് കാട്ടാനയുടെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ ഒരു ഫെൻസിങ് ഉണ്ടായിരുന്നു. അത് അടുത്ത കാലത്ത് 2 വർഷം മുമ്പ് ഫോറസ്റ്റുകാർ തന്നെ ഇട്ടതായിരുന്നു. അവരിത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അത് ആ ഫെൻസിങ് അവർ തിരിച്ച് അഴിച്ചെടുത്തുകൊണ്ട് പോയി. അതിനുശേഷമാണ് ആന കണ്ടമാനം എല്ലാ മെയ് ജൂൺ ജൂലൈ ഈ മാസമാകുമ്പോഴത്തേനും ഇടയ്ക്കൊക്കെ വരും. ആ സമയത്ത് ഈ ആന ഇറങ്ങി വന്ന് എല്ലാവരുടെയും പറമ്പുകളിലൂടെ വന്ന് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്ന കർഷകരും പ്രദേശത്തുണ്ട്. ഇവർക്ക് രാവിലെ കാട്ടാനകളെ ഭയന്ന് ടാപ്പിങ്ങിനിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. റബ്ബർ മരങ്ങൾക്ക് നേരെയും കാട്ടാനകൾ പരാക്രമം നടത്തുന്നുവെന്ന് കർഷകർ പറയുന്നു. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വെട്ടാൻ പോലും പറ്റുന്നില്ല. കടം വില മേടിച്ച് നമ്മൾ ഒട്ടിച്ചതാണ്. ഒട്ടിച്ചിട്ട് അത് മൊത്തം ഇപ്പോൾ കുത്തിപ്പറിച്ച് കീറിക്കളയും, മരം പട്ട കീറി കുത്തിക്കളയും, ഷെയ്ഡും പറിച്ച് കളഞ്ഞ് ഈ രീതി ശല്യമാണ്. നിരന്തരം രീതി ശല്യം. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസങ്ങളായി വന്ന് നിരന്തരം ഇങ്ങനെയായിട്ട് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്താറുണ്ട്. ആളുകൾക്കും വീടുകൾക്കും നേരെ ആനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട്. ജനവാസ മേഖലയ്ക്കരികിലെ വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. മുൻപ് വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ വനം വകുപ്പിന്റെ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതില്ലാതായെന്നുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുകയും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയും വേണമെന്നാണ് കവിതക്കാട്ടിലെ കർഷകരുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.